Welcome back to our channel. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് സെമസ്റ്റർ 4 K2S4CSEയുടെ മെയിൻ കോർ പേപ്പറായ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 1ലെ ബാക്കി ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ബാക്കി നമുക്ക് ഇനി എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. Operating system services are provided for the convenience of the programmer to make the programming take easier. Operating system തന്നെ നമുക്ക് ഒരുപാട് സർവീസസ് OS പ്രൊവൈഡ് ചെയ്യുന്നു. അതെന്തിനാണ്? To make the programmer programming take easier. അതായത് പ്രോഗ്രാമിംഗ് കുറച്ചും കൂടി ഈസിയർ ആവാൻ വേണ്ടിയാണ് OS നമുക്ക് ഇത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സർവീസാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂഷൻ വന്നിട്ട് system must be able to load a program into memory and to run that program. The program must be able to end its execution either normally or abnormally. അതായത് ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നടത്താനും അതുപോലെ ആ പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ആ പ്രോഗ്രാം എൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ് ഈ പ്രോഗ്രാം എക്സിക്യൂഷൻ സർവീസസ് വഴി OS പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സർവീസ് എന്താണെന്ന് വെച്ചാൽ IO ഓപ്പറേഷൻസ്. IO operation, അതായത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻ. റണ്ണിംഗ് പ്രോഗ്രാം മേ റിക്വയർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. ഒരു റണ്ണിംഗ് പ്രോഗ്രാം ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ സഹായം നമുക്ക് വേണ്ടി വരും ഇല്ലേ? ദിസ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഇൻവോൾവ് എ ഫയൽ ഓർ ആൻ ഇൻപുട്ട് ഓർ ഡിവൈസ്. നമുക്ക് ഈ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഒരു ഫയൽ ആകാം, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് ആയിരിക്കാം. For efficiency and protection, users usually cannot control input or output devices directly. OS provides a mean to do input. OS ഒരു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഉള്ള സർവീസ് എന്ന് പറഞ്ഞാൽ ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ. എന്താണ് ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ? പ്രോഗ്രാംസ് നീഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ഫയൽസ്. നമ്മുടെ പ്രോഗ്രാംസ് എന്താണ് മെയിൻലി യൂസ് ചെയ്യുന്നത്? റീഡ് ചെയ്യാനും ഫയൽസ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. അത് ഈ ഫയൽ സിസ്റ്റം മാനിപ്പുലേഷൻ വഴി പ്രൊവൈഡ് ചെയ്യും. അതേപോലെ പ്രോഗ്രാംസ് ഓൾസോ നീഡ് ടു ക്രിയേറ്റ് ആൻഡ് ഡിലീറ്റ് ഫയൽസ്. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് സർവീസ് നോക്കിയിട്ട് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സർവീസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്താണെന്ന് നോക്കാം. വൺ പ്രോസസ് നീഡ്സ് ടു എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ വിത്ത് അനദർ പ്രോസസ്. ഒരു പ്രോസസ്സ് ഒരു ഇൻഫോർമേഷൻ നീഡ്സ് ടു എക്സ്ചേഞ്ച് ദ ഇൻഫോർമേഷൻ വിത്ത് അനദർ. ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സിന് ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ നടക്കും. അതിൻ്റെ നീഡ് അവിടെ വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഒക്കർ ഇൻ 2 ways. മെയിൻലി OS പ്രൊവൈഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ 2 തരത്തിൽ വരാം. അത് ഏതൊക്കെ തരത്തിലാണെന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ പ്രോസസ്സേഴ്സ് ദാറ്റ് ആർ എക്സിക്യൂട്ടിംഗ് ഓൺ ദ സെയിം കമ്പ്യൂട്ടർ. സെയിം കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ആവുന്ന പ്രോസസ്സേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ പ്രോസസ്സേഴ്സ് ദാറ്റ് ആർ എക്സിക്യൂട്ടിംഗ് ആൻഡ് ഓൺ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം കണക്റ്റഡ് ത്രൂ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുള്ള 2 ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറിലൂടെ 2 പ്രോസസ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം. അതായത് 2 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ സാധ്യമാവുന്നത്. ദ കമ്മ്യൂണിക്കേഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് യൂസിങ് ഷെയർഡ് മെമ്മറി ഓർ ബൈ മെസ്സേജ് പാസിംഗ്. മെയിൻലി ഈ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഷെയർഡ് മെമ്മറി അല്ലെങ്കിൽ മെസ്സേജ് പാസിംഗ് വഴിയാണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്കുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസ് ആണ് ഇറർ ഡിറ്റക്ഷൻ. ഒരു പ്രോഗ്രാമിൻ്റെ ഇറർ ഡിറ്റക്ട് ചെയ്യാനുള്ള സർവീസ് OS പ്രൊവൈഡ് ചെയ്യുന്നു. OS കോൺസ്റ്റൻ്റ്ലി നീഡ്സ് ടു അവെയർ ഓഫ് ദ പോസിബിൾ ഇറർ. എന്തൊക്കെ പോസിബിൾ ഇറേഴ്സ് വരാൻ സാധ്യതയുണ്ട് ഈ പ്രോഗ്രാമിൽ എന്ന് OSന് കോൺസ്റ്റൻ്റ്ലി അവെയർ ചെയ്യാൻ പറ്റും, അതിന് മുമ്പ് അറിയാൻ പറ്റും. ഇറർ മേ ഒക്കർ ഇൻ ദ CPU-ൽ ചിലപ്പോൾ ഇറർ ഉണ്ടാവാം, അല്ലെങ്കിൽ മെമ്മറി ഹാർഡ്വെയറിൽ ഇറർ ഉണ്ടാവാം. CPU-ൽ ഉണ്ടാവാം, അല്ലെങ്കിൽ മെമ്മറി ഹാർഡ്വെയർ, അതിൽ മെമ്മറി ഇറർ ആയിരിക്കാം, അല്ലെങ്കിൽ പവർ ഫെയിലിയർ, അതൊക്കെ ഒരു ഇറേഴ്സ് ആണ്. അല്ലെങ്കിൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസിൽ വരുന്ന എന്തെങ്കിലും ഇറേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ യൂസർ പ്രോഗ്രാമിൽ വരുന്ന ഇറേഴ്സും ഉണ്ടാവാം. ഇതൊക്കെ ഇറർ ഡിറ്റക്ഷൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഇറർ ഡിറ്റക്ഷൻ സർവീസ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് ഇറർ ദ OS ഷുഡ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ടു എൻഷുർ ദ കറക്റ്റ് ആൻഡ് കോൺസ്റ്റന്റ് കമ്പ്യൂട്ടിംഗ്. എന്ത് ഇറർ ആണെങ്കിലും അതിനനുസരിച്ചുള്ള അപ്രോപ്രിയേറ്റ് ആക്ഷൻ നമ്മുടെ OS പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് സർവീസ് വന്നിട്ട് റിസോഴ്സ് അലൊക്കേഷൻ. റിസോഴ്സ് അലൊക്കേഷൻ അറിയാലോ, ഒരു പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക. അതായത് വെൻ മൾട്ടിപ്പിൾ യൂസേഴ്സ് ആർ ലോഗ്ഡ് ഓൺ ദ സിസ്റ്റം ഓർ മൾട്ടിപ്പിൾ ജോബ്സ് ആർ റണ്ണിങ് അറ്റ് ദ സെയിം ടൈം റിസോഴ്സസ് മസ്റ്റ് ബി അലോക്കേറ്റഡ് ടു ഈച്ച് ഓഫ് ദം. അതായത് മൾട്ടിപ്പിൾ യൂസേഴ്സ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ തന്നെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സിസ്റ്റത്തിൽ തന്നെ
ഒരു ജോബ് തന്നെ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം മൾട്ടിപ്പിൾ യൂസേഴ്സ് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം ആ 2 പേർക്ക് നമുക്ക് എന്ത് കൊടുക്കണം, റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് ആർ മാനേജ്ഡ് ബൈ OS. ഈ റിസോഴ്സസ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാനേജ് ബൈ ദ OS എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ CPU സൈക്കിൾസ്, മെയിൻ മെമ്മറി ആൻഡ് ഫയൽ സ്റ്റോറേജ്. ഇതൊക്കെയായിരിക്കും നമ്മുടെ ടൈപ്പ് ഓഫ് റിസോഴ്സസ്. CPU സൈക്കിൾസ് വഴി അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിലായിരിക്കും, ഫയൽ സ്റ്റോറേജ് ഇതൊക്കെ വെച്ചായിരിക്കും OS ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് സർവീസ് വന്നിട്ട് അക്കൗണ്ടിങ്. നീഡ് ടു കീപ് ട്രാക്ക് ഓഫ് വിച്ച് യൂസർ യൂസ് ഹൗ മെനി ടൈംസ്. അക്കൗണ്ടിങ് നമ്മൾ ഇതിനുമ്പോൾ പറഞ്ഞായിരുന്നില്ലേ, ഒരു ഫംഗ്ഷൻ ഓഫ് OS തന്നെ അക്കൗണ്ടിങ് പറഞ്ഞിട്ടുണ്ട്. ഈ അക്കൗണ്ടിങ് വഴി ഏത് യൂസർ ഹൗ മെനി ടൈംസ് അല്ലെങ്കിൽ വിച്ച് കൈൻഡ് ഓഫ് കമ്പ്യൂട്ടർ റിസോഴ്സ് ഏത് കൈൻഡ് ഓഫ് കമ്പ്യൂട്ടർ യൂസ് ചെയ്താണ് ചെയ്യുന്നതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും അക്കൗണ്ടിങ് വഴി. അതുപോലെ റെക്കോർഡ് കീപ്പിംഗ് മേ ബി യൂസ്ഡ് ഫോർ ദ അക്കൗണ്ടിങ്. റെക്കോർഡ് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങിൽ യൂസ്ഫുൾ ആണ്. അത് ഫോർ അക്യുമുലേറ്റിംഗ് യൂസേജ് സ്റ്റാറ്റിക്സ്. നെക്സ്റ്റ് വരുന്നത് പ്രൊട്ടക്ഷൻ. Always OS and they make sure the protection of the system as well as that all access to system resources is controlled. Resources ആയാലും protection make ensure ചെയ്യുന്ന OS മെയിൻലി ഒരു ഇമ്പോർട്ടൻറ്റ് സർവീസ് തന്നെയാണ് പ്രൊട്ടക്ഷൻ. സോ ഇത് മൊത്തം 8 സർവീസസ് ആണ്. മൊത്തത്തിൽ 8 സർവീസസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് ആണ് സർവീസസ് ഓഫ് OS. 8 ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് ആണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ്. സോ ഇതൊക്കെയാണ് മെയിൻലി ഈ സർവീസ്. എല്ലാ സർവീസസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ഈ സർവീസസ് ബേസ് ചെയ്ത് ഈ സർവീസസ് ഏതൊക്കെ സമയത്ത് എവിടെയൊക്കെ ആപ്ലിക്കബിൾ ആകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്. സോ മോർ ആയിട്ടുള്ള അടുത്ത വീഡിയോ ഈ കമ്മിങ് വീഡിയോസിൽ കാണും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. Bye.